1000 കോടി മുടക്കി തളിപ്പറമ്പ് നാടുകാണിയിൽ ആരംഭിക്കുന്ന സൂ സഫാരി പാർക്കിനുള്ള റവന്യൂ ഭൂമിയുടെ സാങ്കേതിക തടസ്സങ്ങൾ നീങ്ങിയാൽ പദ്ധതി രേഖ തയ്യാറാക്കുന്നതുൾപ്പെടെയുള്ള നടപടി ഉടൻ ആരംഭിക്കുമെന്ന് എം.വി. ഗോവിന്ദൻ എം.എൽ.എ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് തീരുമാനമെന്നും എം.എൽ.എ. തളിപ്പറമ്പിൽ അറിയിച്ചു. 1973 സർക്കാർ ഏറ്റെടുത്ത നാടുകാണിയിലെ നിർദ്ദിഷ്ട ഭൂമിയിൽ അവകാശമുന്നയിച്ച് ആലക്കോട് രാജയുടെ കൊച്ചുമകൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഭൂമി വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ചൊവ്വാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. ഈ കേസിൽ മതിയായ ഇടപെടൽ നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാർക്കിനുള്ള റവന്യൂ ഭൂമിയുടെ സാങ്കേതിക തടസ്സങ്ങൾ നീങ്ങിയാൽ പദ്ധതി രേഖ തയ്യാറാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉടൻ ആരംഭിക്കാനാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചതെന്ന് എം.വി. ഗോവിന്ദൻ എം.എൽ.എ. പറഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രിയും അതുപോലെ റവന്യൂ വകുപ്പ്, അതുപോലെ മൃഗശാല വകുപ്പ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും എല്ലാം യോഗം ചേർന്നപ്പോൾ ഈ വസ്തു 1973 ഈ വസ്തു യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഏറ്റെടുത്ത ഭൂമിയാണ്, മിച്ച ഭൂമിയുടെ ഭാഗമായിട്ട്. ആ ഭൂമിയുടെ മേലെ 23 കൊല്ലത്തിന് ശേഷം വീണ്ടും ഒരു കേസ് വന്നിരിക്കുകയാണ്. ആ കേസിൻ്റെ ഭാഗമായിട്ട് വരുന്ന 1-ാം തീയതി ആ കേസ് കോടതി വീണ്ടും കേൾക്കുന്നുണ്ട്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് നിലപാട് സ്വീകരിച്ച് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഇതിൻ്റെ DPR ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഭൂമി കൈമാറി കിട്ടുന്ന അതോടുകൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകണം. അതിന് പ്രത്യേക യോഗം ചേരേണ്ടതില്ല എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചത്. 1974 ലാൻഡ് ബോർഡ് തീർപ്പാക്കിയ കേസാണിത്. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ ഭൂമിയിൽ 200 ഏക്കർ സ്ഥലം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് കാണിച്ച് ആലക്കോട് രാജയുടെ കൊച്ചുമകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ആലക്കോട് രാജയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി നേരത്തെ സർക്കാർ മിച്ച ഭൂമിയാണെന്ന് കണ്ടെത്തി ഏറ്റെടുത്ത് പ്ലാന്റേഷൻ കോർപ്പറേഷന് കൈമാറിയിരുന്നു. യോഗത്തിൽ മന്ത്രിമാരായ കെ രാജൻ, ചിഞ്ചുറാണി, ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.